ജി വി ഹരി, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പരീക്ഷണശാല കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ. അതിൽ തമിഴ്നാടുണ്ട്, ബംഗാൾ കുറച്ചധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം ഇന്ത്യ സഖ്യത്തിന് അവിടെ ഒരു പൊതുവിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിച്ചില്ല. ഇപ്പം അങ്ങ് തന്നെ പറയുന്ന പോലെ BJP വരാതിരിക്കാനാണ് ഞങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്, മറ്റെല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് സെക്കൻഡറി ആണ് എന്ന് തുറന്ന് സമ്മതിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തൃണമൂൽ കോൺഗ്രസിനെ പുറത്ത് നിർത്തിയിട്ടാണ് അവിടെ കോൺഗ്രസിന് അല്പമെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പരീക്ഷണശാല കൂടിയായ ഈ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് ഈ പാർട്ടികളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി എന്ന ഒരു നേതാവിന് സാധിക്കാതെ വരുന്നു. രാഹുലിന് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്ത് സജീവമാകാനും അവിടെ ഒരു മേൽക്കോയ്മ, ഒരു വോയിസായി മാറാൻ സാധിക്കാത്ത സാഹചര്യം വരുന്നു. ഇങ്ങനെയൊക്കെ ചില നിരീക്ഷണം കൂടി അവിടെയുണ്ട്. എനിക്ക് യോജിപ്പില്ല ശ്യാമ. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അവസാനത്തെ വിജയം എന്തായിരുന്നു നിങ്ങൾക്കറിയാം. വനിതാ സംവരണ ഭേദഗതി ബില്ല് നമ്മൾ ലോക്സഭയിൽ വോട്ടിനിട്ടപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആ ബില്ലിന് അനുകൂലമായിട്ടല്ലല്ലോ പ്രതികരിച്ചത്. അവരെല്ലാം പ്രതികൂലമായിട്ടാണ് പ്രതികരിച്ചത്. വോട്ടിൽ അത് പരാജയപ്പെട്ടു പോയി. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന ഡീലിമിറ്റേഷനും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട യൂണിയൻ ടെറിട്ടറീസ് ബില്ലും ഒക്കെ തന്നെ അതിനകത്ത് പരാജയപ്പെട്ടു. എൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും അദ്ദേഹത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഇലക്ഷനിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ താങ്കളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലയൻസുകളിൽ വെച്ച് മാറ്റേണ്ട. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെടുക്കാം. കേരളത്തിൽ ഞങ്ങളും CPM തമ്മിലാണ് വലിയ മത്സരം നടക്കുന്നത്. CPM ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ പ്രദേശത്തെയും അതത് സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധിയെ അവർ അംഗീകരിക്കുന്നില്ല എന്നൊന്നുമല്ല. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ബന്ധമാണ് ശ്രീ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം ശ്രീമതി മമതാ ബാനർജിയും തമ്മിലുള്ളത്. വളരെ അടുപ്പം ഒരു മകനെപ്പോലുള്ളൊരു വാത്സല്യം അദ്ദേഹത്തോടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മമതാ ബാനർജി. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ചില കാര്യങ്ങൾ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, അങ്ങനൊരു ചിന്തയുടെ ആവശ്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഏത് മുന്നണിയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ടെസ്റ്റ് ഗ്രൗണ്ടായിട്ടാണ് ഞാനും വെസ്റ്റ് ബംഗാളിനെ കാണുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. കാരണം ഇവിടെ ഈ കേരളവും പോലെ തന്നെ BJPക്ക് ഭരണം കിട്ടാത്ത അല്ലെങ്കിൽ ഭരണം കിട്ടാൻ അത്ര എളുപ്പം സാധിക്കാത്ത ഒരു പ്രദേശം കൂടിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇവർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സ് അവിടെ അത്ര ഏശിയാറില്ല. കാരണം അവിടുത്തെ ഹൈന്ദവത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാളി മതമാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയത്തിൽ മതം കലർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അവിടെ ബഹുഭൂരിപക്ഷം ആയിട്ട് അവിടുത്തെ ആളുകളും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് 93% അവിടെ ഈ ഒരു ടേൺ ഔട്ട് ഉണ്ടായത് എന്ന് പറയുന്നത്. അവിടുത്തെ ആളുകളുടെ തന്നെ നമുക്കറിയാവുന്ന പോലെ രാഷ്ട്രീയ, കലാ, അതോ വിദ്യാഭ്യാസ രംഗങ്ങളിൽ വളരെ മുൻപന്തിയിലാണ് അവിടുത്തെ ജനസമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജനസമൂഹത്തിൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ അവരുടെ ഒരു എഡ്യൂക്കേഷണൽ ഇൻട്രസ്റ്റ് ഒക്കെ തന്നെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. കേരളത്തിൽ നമുക്കത് ദൃശ്യമാണ്. അതുകൊണ്ട് അവിടെ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ആർക്കും പല കാര്യങ്ങളും കൺവിൻസിംഗ് ആയിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിയണം. അത് ഒരു പക്ഷേ BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ കാർഡ് അതവിടെ വർക്കൗട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ 100% വിശ്വാസം. ഇവിടെ നന്ദു സൂചിപ്പിച്ചപ്പോൾ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല ആ പഴഞ്ചൊല്ല് എങ്ങനെയാണ് ആ കോൺടസ്റ്റിൽ അത് യോജിക്കുക എന്നുള്ളത്. അതായത് മകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കാണണം എന്ന അമ്മായിയമ്മയുടെ ചിന്ത എന്ന് പറയുന്നത് അത് എനിക്കങ്ങോട്ട് അത് സിങ്കായിട്ടില്ല. പോട്ടെ, എന്നാലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഞങ്ങൾ പാർട്ടിയുടെ പ്രവർത്തകനെ ക്രൂരമായി കൊലപ്പെടുത്തി അങ്ങനെയല്ല, ആ തരത്തിൽ അല്ല ഞാൻ പറയുന്നത്. അതൊന്നും വിഷയമല്ല. അല്ല, അതെ, നന്ദുവിന് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ എല്ലായിടത്തും എതിർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് വ്യക്തിപരമായി ഇപ്പം നന്ദുവിനോട് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു, നന്ദു മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ആശയത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിലൊരു അപകടകരമായ ഒരു അപകടകരമായ പ്രശ്നം ഞാൻ പറഞ്ഞോട്ടെ. BJPനെ എതിർക്കുക, ശരി, അത് നിങ്ങളുടെ പൊളിറ്റിക്കൽ കൃത്യമായ സ്റ്റാൻഡാണ്, അത് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡാണ്, അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, അതിനൊന്നും ഒരു വിരോധമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ കൂട്ടുപിടിക്കുന്ന ആരൊക്കെയാണ്? SDPI പോലെയുള്ള
ജമാഅത്തെ അത് ഇസ്ലാമി അത് വളരെ തെറ്റായിട്ടുള്ള ഈ അല്ല, ഞാൻ ചോദിക്കുന്നത് CPM SDPയുമായി കൂട്ടുകൂടിയിട്ടുണ്ടാവാം. ഞാൻ ചോദിക്കുന്നത് ഞങ്ങളുടെ ഈ കേരളത്തിലെ ഭീകര സംഘടന ഇവിടെ PDP ഉണ്ട്. അത് തെറ്റായതുകൊണ്ട് CPM കൂടെ PDP ഉണ്ട്, SDPI ഉണ്ട്, നിങ്ങളെ കൂടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഇല്ലില്ല, ഈ പറയുന്ന ഒരുപാട് വർഗീയ അല്ല, ഞാൻ പറയുന്ന ഒരു എന്താ പറയുക, വാക്ക് തർക്കത്തിന് വേണ്ടിയിട്ടല്ല ശ്രീ ജി വി ഹരി. ഇതൊരു വല്ലാത്ത അപകടകരമായ പൊളിറ്റിക്സിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ബംഗാളിൽ തന്നെ ഹ്യൂമയോൺ കബീർ എന്നൊരു താരമുണ്ട്. അവിടെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കപ്പെട്ടൊരു താരമാണ്. 1000 കോടി രൂപ കൊടുത്തു BJP അയാൾക്ക് എന്നാണ് ഏറ്റവും അത് അമിത്ഷാ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനെ ഭേദം ഞങ്ങൾ വീട്ടിലിരിക്കുന്നതല്ലേ എന്ന് അമിത്ഷാ ചോദിച്ചു. അത് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു അതിനെക്കാട്ടും നല്ല ഞങ്ങൾ വീട്ടിലിരിക്കുന്നതല്ലേ എന്നാണ് അമിത്ഷാ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത് 1000 കോടി രൂപയാണ് കൊടുത്തത് ഡീല്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല. മാധ്യമ പ്രവർത്തകനോട് അമിത്ഷാ തിരിച്ചു ചോദിച്ചത് അങ്ങനെ 1000 കോടി അയാൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടും ഞങ്ങൾ പണി നിർത്തി ശ്യാമയാളുടെ പേര് ബാബറി മസ്ജിദ് ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന BJPയുടെ പ്രഖ്യാപിത അജണ്ടകൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരാൾക്ക് പൈസ കൊടുത്തു. ശരി, അത് നിങ്ങളുടെ പൊളിറ്റിക്കൽ ആരോപണമാണ്. ഞാനത് ഉത്തരം പറഞ്ഞാൽ നന്ദു ഉത്തരം പറയട്ടെ. എന്റെ ചോദ്യം, ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള പൊളിറ്റിക്സുകൾ ഇങ്ങനെ ഉദയം ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ സാമാന്യവൽക്കരിക്കുന്നത് BJPക്കെതിരാണ് ഞങ്ങൾ എന്നൊരൊറ്റ വാക്കിലാണ്. അങ്ങനെയല്ല ശ്യാമേ, ഞാൻ പറഞ്ഞത് താങ്കൾ കേൾക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, വർഗീയ പാർട്ടികൾക്കെതിരായി എല്ലാ കാലത്തിലും നിലകൊണ്ടിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. വർഗീയത എന്ന് പറയുന്ന സംഭവം രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഞങ്ങൾക്ക് എങ്ങനെയാണ് അനുകൂലിക്കാൻ കഴിയുന്നത്? രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. രണ്ടാമത് ജനാധിപത്യം. ഈ രണ്ട് കാര്യത്തിനെ ഇല്ലാതാക്കുകയാണ്. ഇപ്പം ഒരുപാട് കണക്കുകൾ പറഞ്ഞു, ഞങ്ങൾ അവിടെ വന്നു, ഞങ്ങൾ ഇവിടെ വന്നു, ഞങ്ങൾ എങ്ങനെ വന്നു എന്ന് പറയണ്ടേ? ഇവിടെ കർണാടകത്തിൽ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കശക്കി എറിഞ്ഞുകൊണ്ടാണ് അവരധികാരത്തിൽ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം എന്താ സംഭവിച്ചത്? രണ്ടാം തവണ എന്ത് സംഭവിച്ചു? അവരെ അവിടുത്തെ ജനങ്ങളെടുത്ത് ദൂരെ കളഞ്ഞു, ഇല്ലേ? എങ്ങനെയാണ് ഏറ്റവും അവസാനമായി ആം ആദ്മി പാർട്ടി നമ്മുടെ മുമ്പിൽ. ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു, അനുബന്ധമായ ഒരു സംശയം ചോദിക്കാം. അങ്ങ് പറഞ്ഞു സെക്യുലറിസമാണ്. ഞാൻ അതിനൊക്കെ ബഹുമാനിക്കുന്നു. സെക്യുലറിസം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങളെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ്. അതിനൊക്കെ നമുക്ക് യോജിക്കാം, വിയോജിക്കാം. അതൊക്കെ ജനാധിപത്യ രാജ്യത്ത് അനുചിതമാണ്. പക്ഷേ SDP എന്നൊരു രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ ആർക്കൊപ്പമാണ്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാനതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടുത്തെ ഈ പറയുന്നതുപോലെ SDP ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, ഡയറക്റ്റായിട്ട് ഇടപെട്ടിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SDP എന്ന് പറയുന്നത് ഞങ്ങളുടെ ഘടകകക്ഷിയല്ല. ഞാൻ തുറന്നു തന്നെ പറയില്ലേ, ഞങ്ങളുടെ ഘടകകക്ഷിയായിട്ട് ഞങ്ങൾ SDP കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു വന്നതാണ്, ഞാൻ അതിലേക്ക് വരാം, അതിലേക്ക് വരാം. ഞാൻ ഇവിടെ നന്ദു പറഞ്ഞ ചില കാര്യങ്ങളിൽ നന്ദു ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ജനാധിപത്യം, രണ്ട് പ്രധാനപ്പെട്ട മൂല്യങ്ങൾ, ജനാധിപത്യത്തെയും അതോടൊപ്പം തന്നെ മതേതരത്വത്തെയും എങ്ങനെയാണ് BJP ഇല്ലാതാക്കുന്നതിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഉദാഹരണമാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ള 7 ആളുകളെ ഓപ്പറേഷൻ താമരയിലൂടെ അവിടേക്ക് രാജ്യസഭയിലേക്ക് കൊണ്ടുപോകണം. 7 MP കൊണ്ടുവരുന്നത്. ഇതിനെയാണോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്? അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് കൊണ്ടുവരുന്ന ആളുകളെ പണത്തിന്റെ ഈ 7 പേര് കോൺഗ്രസിലേക്കാണെങ്കിൽ അത് ഓപ്പറേഷൻ കൈയാവോ? അല്ല, ഞാൻ അങ്ങനെ വരില്ലല്ലോ. ഞങ്ങൾ അത്തരത്തിൽ ജനാധിപത്യം ഈ ആം ആദ്മി ഇത് BJPയിലേക്ക് പോകുമ്പോൾ ഓപ്പറേഷൻ താമര, ജനാധിപത്യത്തെ തകർക്കുക, ഇങ്ങനെ അല്ല. കോൺഗ്രസിലേക്ക് ഒരുപാട് ലീഡേഴ്സ് വന്നിട്ടുണ്ടല്ലോ. ഗോവയിൽ നിന്ന് പോയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് കോൺഗ്രസിലേക്ക് ലീഡേഴ്സ് ഉണ്ട്. അല്ല, ഞാൻ അതിലൊന്നും തെറ്റ് പറയുന്നല്ല. അതൊക്കെ വളരെ സാമാന്യമായി സംഭവിക്കുന്നതും സ്വാഭാവികമായി സംഭവിക്കുന്നതും വളരെ മികച്ച രീതിയിൽ സംഭവിക്കുന്നതും. എന്നാൽ BJPയിലേക്ക് പോകുമ്പോൾ അത് ഓപ്പറേഷൻ താമരയാണ്, ജനാധിപത്യത്തെ തകർക്കുകയാണ്. ഞാൻ സംശയമാണ് ശ്രീ ജി വി. ശ്യാം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നില അങ്ങയുടെ സംശയത്തിന് ദൂരീകരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ തട്ടിക്കൊണ്ടുപോയി മറ്റൊരു അല്ലെങ്കിൽ മറ്റു സർക്കാർ രൂപീകരിക്കുന്നത് ജനാധിപത്യമാണ്? തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? അല്ല, അങ്ങ് മാധ്യമ പ്രവർത്തകനല്ലേ? അറിയാത്ത കാര്യമാണോ എന്നോട് സംശയമായിട്ട്? കർണാടകത്തിൽ നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടില്ലേ? അതൊക്കെയാണോ? എവിടെയാണ് അത്തരത്തിൽ ആളുകളെ നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. ഏകനാഥ് ഷിൻഡെയുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ശിവസേന MLA-മാർ അവര് ദേശീയതയിലേക്ക് അടിയുറച്ചു നിന്നുകൊണ്ട് ബാൽ താക്കറെയുടെ നയങ്ങൾ അഭിമാനത്തോടു കൂടി ഏറ്റെടുത്ത് വന്നപ്പോ അതെങ്ങനെ തട്ടിക്കൊണ്ടൊരു പോലാവുന്നത്? ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് സാധാരണഗതിയിൽ അത്തരത്തിൽ ദേശീയതയിൽ താല്പര്യമുള്ളവർക്കൊക്കെ ദേശീയതയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് മത്സരിക്കാം, ഇല്ലേ? അതിൻ്റെ അലയൻസ് ഘടകകക്ഷികളായിട്ട് മത്സരിക്കാം. തെരഞ്ഞെടുത്ത ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളിതാ ദേശീയതയിലേക്ക് ലയിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് എവിടുത്തെ ജനാധിപത്യമാണ്?
ആ ജനാധിപത്യ ബോധം നമുക്ക് നമ്മുടെ ജനങ്ങൾക്കുണ്ടാവേണ്ടേ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നൂലേ ഞങ്ങൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തത്? ആലോചിച്ച് നോക്കൂ ശ്യാം, ആർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സുപ്രഭാതത്തിൽ അവരെയൊക്കെ വിട്ടിട്ട് നമ്മൾ പറയും. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യം ഞാൻ പറയുന്നത്, നോട്ട് ബിഫോർ. അതിന് മുമ്പാണെങ്കിൽ കുഴപ്പമില്ല. തിരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദേശീയതയിലേക്ക് ലയിക്കുന്നത്. അങ്ങനെയല്ലേ? തെറ്റുണ്ടോ ഞാൻ പറയുന്നത്? തിരുത്തു. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ ചോദിച്ചു, ഞങ്ങൾ 50 വർഷം കഷ്ടപ്പെട്ടു. ഞാൻ പറയട്ടെ, ഞാൻ BJPയുടെ വക്താവ് ഇവിടെ ഉണ്ടല്ലോ, അതേ മറുപടി ഒരു മാധ്യമ പ്രവർത്തകന് ഇങ്ങനെയൊന്നും ചോദിക്കില്ല. കാരണം ഇവിടെ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം BJPയിലേക്ക് ആരെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഓപ്പറേഷൻ താമരയാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്ക് പോകുമ്പോൾ CPM-ലേക്ക് പോകുമ്പോൾ വെള്ളനാട് ശശി CPM-ലേക്ക് പോയി, അതൊരു ഓപ്പറേഷൻ അരിവാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു ചിത്രീകരണം എന്തിനാണ് എന്നതാണ് എൻ്റെ ചോദ്യം. അത് ചോദിക്കാൻ ഞങ്ങളല്ലേ ഉള്ളൂ, മാധ്യമ പ്രവർത്തകർ അങ്ങനെയും ചോദിക്കണ്ടേ? അല്ല, ചോദിക്കണം തീർച്ചയായിട്ടും. വെള്ളനാട് ശശിയുടെ പേര് എടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞ മനസ്സിലായി. അല്ല, ആ ഉദാഹരണത്തിന് മറുപടി ഞാൻ പറയാം. ശശിയുടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മത്സരിച്ചല്ലോ. അദ്ദേഹം മത്സരിച്ചപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധി തന്നെയല്ലേ എഴുതിയത്. ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ശശി പോയതിന് തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് CPM-ലേക്ക് പോയത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം എന്താണ് കോൺഗ്രസ്സുകാരനായിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം CPM-ലേക്ക് പോകാൻ പാടില്ല. മറിച്ച് അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം ഞാൻ ഇന്ന് മുതൽ CPM-കാരനാവുന്നു, ഞാൻ മത്സരിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം മത്സരിച്ച് ജയിക്കട്ടെ എന്ന്. ഇല്ലേ? അദ്ദേഹം CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അപ്പം ഞാൻ പറയുന്നത് അതിനെയല്ല ഞാൻ പറയുന്നത്. ജയിപ്പിച്ച ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് ഞങ്ങൾ ദേശീയതയിലേക്ക് പോകുന്നു. ആം ആദ്മി പാർട്ടിക്കാണ് ആളുകൾ വോട്ട് ചെയ്തത്, അല്ലേ? ആം ആദ്മി പാർട്ടിക്ക് ആളുകൾ വോട്ട് ചെയ്തു. ഇപ്പോൾ ആ ആം ആദ്മി പാർട്ടിയുടെ MP-മാർ എങ്ങനെയാണ് BJPക്ക് അനുകൂലമായി നിൽക്കുന്നത്? അത് ശരിയാണെന്ന് ഒരു മാധ്യമപ്രവർത്തനാണെന്നല്ല താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കൾ എന്നോട് ഡയറക്റ്റായിട്ട് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് എൻ്റെ ചോദ്യം എന്താ ഉത്തരം? അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതേ ഞാൻ ചോദിക്കുന്നത്. അതിനോട് അങ്ങയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. വെറുതെ മൗനം പാലിച്ചിട്ട് കാര്യമില്ല. ആം ആദ്മി പാർട്ടി, എന്റെ SDPI ചോദ്യം അവിടെ നിൽപ്പുണ്ടേ, ഞാൻ അതിലേക്ക് വരാം. ആം ആദ്മി പാർട്ടിയുടെ MP-മാർ, ഞാൻ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ആം ആദ്മി പാർട്ടിയിലെ 10-ൽ 7 MP-മാർ അവര് സ്വയം തീരുമാനിക്കുന്നു കെജ്രിവാളിന്റെ അഴിമതിയിൽ ആറാടുന്ന ഈ ഒരു സമീപനത്തിൽ ഞാൻ പറയട്ടെ. എന്റെ അഭിപ്രായം ശ്രീ GV ഹരി എന്നോട് അഭിപ്രായം ചോദിച്ചതാണ് ഞാൻ പറയുന്നത്. ഈ അഴിമതിയുടെ കൂത്തരങ്ങായി പാർട്ടിയെ മാറ്റിയ, സാധാരണക്കാരൻ എന്ന് പറയുക, എന്നിട്ട് ആഡംബരമുള്ള വസതികൾ വാങ്ങുക, അവിടെ താമസിക്കുക, ഇമാതിരി ചെയ്തികൾ കാട്ടിക്കൂട്ടുന്ന ഒരാളുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് 10-ൽ 7 പേരും BJPയുമായി സഹകരിക്കാൻ അവർ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് തെറ്റ് എന്ന് ഒരു ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്. രണ്ടാമത്തെ കാര്യം എന്റെ ചോദ്യം ഇതാണ്. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം അത് 3-ൽ 2 ആളുകളും പോകുന്നുകൊണ്ട് അതിൽ കൂറുമാറ്റ നിരോധന നിയമവും മറ്റു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഇവിടെ ചോദ്യം, BJPയിലേക്ക് പോകുമ്പോൾ അത് ഓപ്പറേഷൻ താമര, BJPന്ന് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുമ്പോൾ അത് വിസ്മയം, മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുമ്പോൾ അത് വിപ്ലവം. ഇങ്ങനെ ഒരു വ്യാഖ്യാനം വേണോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, 2 കാര്യങ്ങളാണല്ലോ താങ്കൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ 7 പേര് പോയതുമായി ബന്ധപ്പെട്ടത് കുഴപ്പമില്ലാതെ ഇവിടുത്തെ മുഴുവൻ അഴിമതിയുടെ പ്രശ്നമാണ്. ഒരാഴ്ച മുമ്പ് ഇതിൻ്റെ നേതാവ് ചന്ദ എന്താ പറഞ്ഞത്? BJPയെക്കുറിച്ച് എന്താ പറഞ്ഞത്? അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവോ? BJPയെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് പറയും. ആ BJPയെക്കുറിച്ച് പറഞ്ഞ് BJPയിലേക്ക് ഇപ്പോൾ എങ്ങനെ പോയി എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ വാഷിംഗ് മെഷീൻ ഒരു സാധനമുണ്ട്. അതായത് ചിലപ്പോൾ ചില ആളുകളൊക്കെ ചില ആളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കൊക്കെ BJPയിലേക്ക് പോകണമെന്ന് തോന്നും. അതാണ് ജനാധിപത്യ വിരുദ്ധത ഞാൻ പറയുന്നത്. അതായത് ഇതിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ 7 പേരുടെയും പ്രധാനപ്പെട്ട മിത്തലടക്കമുള്ള ആളുകളുടെയൊക്കെ വീടുകളിൽ ED ചെന്നു. നിക്കക്കള്ളിയില്ലാതെ ആളുകൾ പോവുകയാണെന്ന് ശാവേ. ഇതിനകത്ത് കോമൺ സെൻസ് ഉള്ളവർക്ക് ഇത് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതെ, അത് തന്നെയാണ് എന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത്. 2, ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്നെങ്കിൽ 7 പേരും അന്തസ്സായി രാജിവെക്കണമായിരുന്നു. കാരണം അവർ പ്രതിനിധീകരിച്ചത് ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തത്, ഇല്ലേ? അങ്ങനെ വോട്ട് ചെയ്തപ്പോൾ അവർക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ BJPയെക്കുറിച്ച് ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ച ആളാണ് ചദ്ദ. അദ്ദേഹം പറഞ്ഞതുപോലെ വേറെ ആളും പറഞ്ഞിട്ടില്ല BJPയെക്കുറിച്ച്. ഈ പാർട്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, എല്ലാവർക്കും നമ്മുടെ മുമ്പിലുണ്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾ ഒരാഴ്ച കൊണ്ട് എങ്ങനെയാണ് BJP ഇത്രയും ശുദ്ധമായ പാർട്ടിയായത്?
ഇതൊക്കെ നമ്മൾ പറയാറില്ലേ ആയാറാം ഗയാറാം ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. പക്ഷേ അതുപോലുള്ള കാഴ്ചകളല്ല നമ്മൾ ഈ കണ്ടു. അല്ലെങ്കിൽ കോൺഗ്രസ് പണ്ട് ചെയ്ത പോലെ ഞാൻ പറയട്ടെ, ഇപ്പൊ വിസ്മയത്തെക്കുറിച്ച് കൂടി താങ്കൾ പറഞ്ഞു. രണ്ടാമത് വിസ്മയത്തെക്കുറിച്ച് കൂടി താങ്കൾ പറഞ്ഞു. വിസ്മയത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നവരെല്ലാം രാജിവെച്ചാൽ വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അവർക്ക് മത്സരിച്ച് ജനങ്ങളുടെ മുമ്പിൽ ജനവിധി ചെയ്യട്ടെയാണ് അവർ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ദൈക്ഷണികൻ നമ്മൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നമ്മൾ വിളിക്കുന്ന സുധാകരൻ, അദ്ദേഹം മത്സരിക്കുകയല്ലേ. അപ്പോൾ രാജിവെച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ച പോയിന്റ് വളരെ കറക്റ്റാണ് ശ്യാം. ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയി BJP ചേർന്ന് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യല്ല വേണ്ട. നിങ്ങൾ അന്തസ്സായി രാജിവെച്ച് നിങ്ങൾ വീണ്ടും മത്സരിച്ച് BJP-യോടൊപ്പം നിൽക്കുക. അതുകൊണ്ട് ആ പോയിന്റ് ക്ലിയർ ആണല്ലോ. ആ പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ ഈ അങ്ങോട്ട് പോകുമ്പോൾ മാത്രം ഈ ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ജനത്തെ കൊണ്ടുപോകുന്നത്. വളരെ ആളുകൾ പോവും. യെസ്